ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ എറിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ഉറപ്പിച്ച് തീർത്തു പറയും, ഒരു കാരണവശാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാൻ നിങ്ങൾക്ക് കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നതുപോലെ തന്നെ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിങ്ങളെ തടയാനായിട്ട് വരില്ല. നിങ്ങൾക്ക് തടയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ലീവായി ആണെങ്കിൽ പുതിയ കമാൻഡറിനോട് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ ചോദിക്കും. അർമിനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ തല താഴ്ത്തി നിൽക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കപ്പൽ കാണിക്കും. കെയോമി ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നമ്മളിപ്പോ പോകുന്നത് കിസറുവിലേക്കാണ്. അവർക്ക് ആ ഒരു ടംബ്ലിംഗ് അല്പനേരമെങ്കിലും തടഞ്ഞു വെക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് കഴിയൂ. ആനി ആണെങ്കിൽ കിസറുവിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടെന്ന് പറയും. അതിനെ കെയോമിയും സപ്പോർട്ട് ചെയ്യാണ്. അതെ, അവിടുത്തെ ഫിഷ് എല്ലാം വളരെ ടേസ്റ്റി ആണെന്ന് പറയും. കെയോമി ആണെങ്കിൽ അല്പനേരം സൈലന്റ് ആയിട്ട് നിന്ന് ഇപ്പൊ ആനിയോട് പറയും, ഞാനാണ് ഇർനെയും സീക്കിനെയും അവർ രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചത്. അവർക്കിടയിൽ ഇങ്ങനെ ഒരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരി അത് ഞാനാണ്. സത്യത്തിൽ ഇതെല്ലാം എന്റെ മിസ്റ്റേക്ക് ആണെന്ന് അവൾ പറയും. ആനി ആണെങ്കിൽ അത് കേട്ട് ചോദിക്കും, നിങ്ങളെ കൊണ്ട് അത് തിരുത്താനായിട്ട് കഴിയോ? അതിന് അവൾ പറയും, ഒരുപാട് വൈകിപ്പോയി, ഇനി ഒന്നിനും കഴിയില്ല. പിന്നെ ഫാൽക്കോയും ഗ്യാബി അവിടേക്ക് ഓടി വരും. ഫാൽക്കോ ആണെങ്കിൽ ഇപ്പൊ ആനിയോട് പറയും, എനിക്ക് സീക്കിന്റെ ഒരു മെമ്മറി വന്നു. അത് കേട്ട് അവൾ ഷോക്ക് ആവുകയാണ്. സാധാരണ ഗല്യാഡിന്റെ മെമ്മറിയാണ് അവന് വരേണ്ടത്. പക്ഷെ അവൻ പറയുന്നത് അവന് വന്നത് സീക്കിന്റെ മെമ്മറി ആണെന്നാണ്. ഗ്യാബി ആണെങ്കിൽ അവരോട് ചോദിക്കും, ഫീമെയിൽ ടൈറ്റന് മറ്റൊരു ടൈറ്റന്റെ ബോഡി പാർട്ട് കൊണ്ട് അവരുടെ പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ലേ? അതിനവര് പറയും, അതെ അത് കഴിയും. ഉടനെ ആണെങ്കിൽ ഗ്യാബിയോട് പറയും, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടതും നമ്മൾ അറിഞ്ഞതും എല്ലാം കറക്റ്റാണ്. അതുപയോഗിച്ച് നമുക്കും ചിലത് ചെയ്യാൻ കഴിയും. ഉടനെ ആനയാണെങ്കിൽ ടെൻഷൻ ആവും. ഉടനെ അത് കേട്ട് ആനയാണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓൾറെഡി നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മൾ ഇനി അതിൽ ഇടപെടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. സെക്കൻഡ് ഇപ്പൊ അവള് ഷോക്കായിട്ട് അവനോട് ചോദിക്കും, നീ എന്താ പറഞ്ഞത്? നിന്നെ കൊണ്ട് ബീസ്റ്റ് ടൈറ്റന്റെ മെമ്മറീസ് അത് ഓർത്തെടുക്കാൻ കഴിയുന്നുവെന്നോ? അതിനവൻ പറയോ, അതെ, ബീസ്റ്റ് ടൈറ്റന്റെ സീക്കിന്റെ ആ സ്പൈനൽ ഫ്ലൂയിഡ് ഉപയോഗിച്ചാണ് അവൻ എല്ലാവരെയും ടൈറ്റനാക്കി മാറ്റിയത്. ഞാൻ വീണ്ടും ആ ഒരു ടൈറ്റനെ അബ്സോർബ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നോർമൽ ആവാനും അതുപോലെ തന്നെ അവന്റെ ആ ഒരു സ്പൈനൽ ഫ്ലൂയിഡ് കുടിച്ചുകൊണ്ട് ചില മെമ്മറീസ് അതെനിക്ക് കിട്ടാനും തുടങ്ങി. അതിലൂടെയാണ് ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് വരുന്ന മെമ്മറി അവൻ ക്ലൗഡിന് മുകളിലൂടെ പറക്കുന്നതായിട്ടാണ്. അത് കേട്ട് ആനയാണെങ്കിൽ ഡബിൾ ഷോക്ക് ആവും. കട്ട് ചെയ്ത കോൾട്രാഡ എന്ന പേരുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ ആയിരിക്കും കാണിക്കുക. അവിടെ ഉണ്ടോന്ന് അറിയാനാണ് ആ ട്രെയിനിലെ ആൾക്കാർ പോകുന്നത്. ആക്ച്വലി ഒരു മാർലിയനെ ഭീഷണിപ്പെടുത്തി ആ ഒരു ട്രെയിൻ കൊണ്ടുപോകുന്നത് ആനിയുടെ പപ്പയാണ്. മാർലിയൻ ആണെങ്കിൽ ആനിയുടെ പപ്പയെ പരിഹസിക്കാനായിട്ട് തുടങ്ങും. അതിന് ആനിയുടെ പപ്പയാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഓൾറെഡി റംബ്ലിംഗ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും സത്യത്തിൽ ഞാൻ രക്ഷിച്ചിരിക്കുകയാണ്. ചെന്നതിന് ശേഷം എയർഷിപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എല്ലാവരും ആ റംബ്ലിംഗിൽ മരിക്കുക തന്നെ ചെയ്യും. പക്ഷേ നീ ഇനിയും എന്നെ അപമാനിച്ച നീ മരിക്കാൻ പോകുന്നത് എന്റെ ഗൺ പോയിന്റിലായിരിക്കും എന്ന് പറയും. അപ്പൊ ട്രെയിൻ കാണിക്കും. കുറച്ചധികം പേരെ സേവ് ചെയ്താണ് അവരിപ്പോ ആ ട്രെയിനിൽ ആ ഒരു ഗ്രാമം ലക്ഷ്യമാക്കി പോകുന്നത്. അതിൽ റെയ്നറിന്റെ ഫാമിലി, ഫാൽക്കോ, ഗ്യാബി അവരുടെ എല്ലാവരുടെയും ഫാമിലി ആ ട്രെയിനിലാണുള്ളത്. അവരെല്ലാവരും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയുടെയും ഗ്യാബിയുടെയും പാരന്റ്സ് ആണെങ്കിൽ അവരെ ഓർത്ത് കരയാണ്. അതേസമയം പീക്കിന്റെ അച്ഛനാണെങ്കിൽ അവളുടെ ഹാൻഡ് ബാൻഡ് കയ്യിലെടുക്കും. ഉടനെ ഒരാളാണെങ്കിൽ അതെടുത്ത് വലിച്ചെറിയാൻ പറയും. ആളാണെങ്കിൽ ഇവിടെ ദേഷ്യപ്പെട്ട് പറയും, എന്റെ മകളുടെ ആകെയുള്ള ഓർമ്മയാണിത്, ഒരു കാരണവശാൽ ഇത് കളയാൻ ഞാൻ തയ്യാറല്ല, ഇത് എന്നോടൊപ്പം തന്നെ ഉണ്ടോ. ഉടനെ അവരാണെങ്കിൽ ദൂരത്തേക്ക് നോക്കും. എയർഷിപ്പ് എല്ലാം മുകളിലേക്ക് ഉയരുകയാണ്. എത്രയും വേഗം അവിടേക്ക് പോകണം, ഒരു എയർഷിപ്പ് എങ്കിലും നമുക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് വളരെ സ്പീഡിൽ പോകും. പക്ഷെ അവരവിടേക്ക് എത്തുമ്പോൾ എയർഷിപ്പ് പോലും ബാക്കിയില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയും. അവരാണെങ്കിൽ നിരാശരായിട്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ റംബ്ലിങ്ങിന്റെ ശബ്ദം അവർ കേൾക്കുക. അത് ഓൾമോസ്റ്റ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഷിപ്പുകളെല്ലാം തന്നെ അവർക്ക് നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഇടയിലേക്ക് ബോംബുകൾ ഇടാനാണ് ആ എയർഷിപ്പ് കൊണ്ടുപോയെന്ന് അവർക്ക് മനസ്സിലാവും. അവർക്കാണെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോവാൻ എയർഷിപ്പും ഇല്ല, വേറെ വഴിയുമില്ല. ആ ട്രെയിൻ ഓടിച്ച മാർലിയനാണെങ്കിൽ ആവേശത്തോടു കൂടെ പറയും, ഉറപ്പായാലും നമ്മുടെ ആൾക്കാര് ആ ഒരു ടൈറ്റൻസിനെ എല്ലാം നശിപ്പിക്കും. സോ ഇനി പേടിക്കാൻ ഒന്നുമില്ല. അതേസമയം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ആ എയർഷിപ്പ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണ് ആ വലിയ മതിൽ തകർന്ന് അതിൽ നിന്ന് ടൈറ്റൻ പുറത്തേക്ക് വന്നത്. സോ എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞേ പറ്റൂ, അല്ല എങ്കിൽ അവറ്റകൾ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുമെന്ന് പറയും. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അടുത്ത നിമിഷം റെയ്നറിന്റെ അമ്മയാണെങ്കിൽ മറ്റൊരമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് നോക്കും. അവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് കുറ്റബോധം. കാരണം അവന് ഇത്തരത്തിലുള്ള സ്നേഹമൊന്നും കൊടുക്കാതെ ഒരു വാരിയറായി മാറാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടും ട്രെയിനിങ്ങും മാത്രമാണ് താൻ കൊടുത്തതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ എയർഷിപ്പുകൾ കാണിക്കും. അവരാണെങ്കിൽ ബോംബൊക്കെ താഴേക്കിടാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സമയം ക്യാമറ അങ്ങനെ സൂം ചെയ്ത് എറിനെ കാണിക്കും. എയർഷിപ്പ് കണ്ട എറിനാണെങ്കിൽ ഇപ്പൊ അവന്റെ ബോഡിയിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് പവറും അതുപോലെ തന്നെ ഹീറ്റും അതങ്ങനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യുകയാണ്. അവന്റെ ബോഡിയിൽ നിന്ന് അങ്ങനെ പവർ
പവറും ഹീറ്റും ഉയരുന്നത് കണ്ട കമാൻഡേഴ്സ് ആണെങ്കിൽ എത്രയും വേഗം ആ ബോംബ് അത് അവിടേക്ക് ഇടാനായിട്ട് നിർദ്ദേശം കൊടുക്കും. അവരാണെങ്കിൽ ബോംബ് ഇടാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ഇവിടെ എറിൻ അവൻ സീക്കിന്റെ പവർ ഓൾറെഡി കൺട്രോളിൽ എടുത്തുകൊണ്ട് തന്നെ സീക്കിനെ ഉപയോഗിച്ച് ഒരുപാട് കല്ലുകൾ ആ ബോംബിന് നേരെയും എയർഷിപ്പിന് നേരെയും വലിച്ചെറിയാണ്. കല്ല് തട്ടിയ ബോംബുകളാണെങ്കിൽ വേറെ ഭാഗത്തേക്ക് തെറിച്ചു പോവുകയും മറ്റു കല്ലുകൾ ആ എയർഷിപ്പിൽ അടിച്ച് അത് തകരാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ആ എയർഷിപ്പുകളെല്ലാം തകർന്നു വീഴുന്നത് കണ്ട അവിടെയുള്ള ജനങ്ങൾ അവർക്ക് അവസാനത്തെ പ്രതീക്ഷയെ നഷ്ടപ്പെടുകയാണ്. ആനിയുടെ പപ്പയാണെങ്കിൽ ഇപ്പോൾ റെയ്നറിന്റെ പാരന്റ്സിനോട് പറയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ആനി റെയ്നറും അവർ രണ്ടുപേരും പാരഡൈസ് ഐലാൻഡിൽ ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്. പക്ഷെ അവർക്കാണെങ്കിൽ ഒരു കാര്യം നന്നായിട്ട് അറിയാം, അവരെല്ലാവരും ഇപ്പം മരിക്കാൻ പോവുകയാണ്. ആ സമയം ഒരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മുകളിലേക്ക് കൈ ചൂണ്ടി കാണിക്കും. അവൾ കൈ ചൂണ്ടി കാണിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ ആൾക്കാരുടെ ആ ഒരു എയർഷിപ്പാണ്. അവരെങ്ങനെയൊക്കെയോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ താഴേക്ക് ചാടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ ബ്ലാക്ക് മാനോട് നീ ഈ ഒരു ഫ്ലൈറ്റ് അത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കും, നീ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചു തന്നതിൽ തന്നെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. അതിനവൻ പറയും ഇല്ല, ഫൗണ്ടൈൻ ടൈറ്റിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ ഞാൻ ഇത് ലാൻഡ് ചെയ്യിപ്പിക്കില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും മിക്കാസ ഇപ്പോ ബീസ്റ്റ് ഡൈറ്റിന്റെ ആ കല്ലേറ് കണ്ട് ഷോക്കാവുക. അവൾ ആ കാര്യം ടക്മാന് കാണിച്ചു കൊടുക്കും. അവനാണെങ്കിൽ കല്ലുകൾക്കിടയിലൂടെ എങ്ങനെയൊക്കെയോ ആ ഒരു ഫ്ലൈറ്റ് എങ്ങനെ വെട്ടിച്ചു മാറ്റുകയാണ്. ആർമിനാണെങ്കിൽ തീർത്തു പറയും ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല, റംബ്ലിംഗ് അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റുമെന്ന് പറയും. ഇവിടെ ബീസ്റ്റ് ഡൈറ്റിന്റെ അറ്റാക്കിൽ നിന്ന് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഒരു വിധത്തിൽ ഫ്ലൈറ്റ് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ എന്താ, കല്ല് വന്ന് കൊണ്ടതിൽ അതിന്റെ ലാൻഡിങ് ഗിയർ അത് തകർന്നു പോയിരിക്കുകയാണ്. എങ്കിലും എങ്ങനെയൊക്കെയോ ഇപ്പോൾ എറിന്റെ ദേഹത്തേക്ക് അവനത് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ആ സമയം നമ്മുടെ ആൾക്കാരെല്ലാവരും എറിന്റെ പേര് വിളിച്ച് അവന്റെ ദേഹത്തേക്ക് ചാടും. ഡൈറ്റിനാണെങ്കിൽ അപ്പോഴും നിർത്താതെ കല്ലുകളൊക്കെ വെച്ച് എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ചെയ്ത റെയ്നർ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ ടൈറ്റൻ ഫോമിലേക്ക് മാറി ആ ഒരു ബീസ്റ്റ് ഡൈറ്റിനെ ആഞ്ഞടിക്കുകയാണ്. അതേസമയം ടീക്കാണെങ്കിൽ അവർ കളക്ട് ചെയ്ത ബോംബുമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ചാടി വീഴും. ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേസിലുള്ളവരെല്ലാവരും നമ്മുടെ ആൾക്കാരെ കണ്ട് ഷോക്കാണ്. മാത്രമല്ല ആനിയും റെയ്നറും ഒരിപ്പോഴും ജീവനോടുകൂടെ ഉണ്ടെന്നുള്ള കാര്യം അവിടെയുള്ള ജനങ്ങളെ അറിയിക്കും. അത് കേട്ട് അവരുടെ പാരന്റ്സ് ആണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. ഇവിടെ നമ്മുടെ ആർമിൻ അവനാണെങ്കിൽ എറിനോട് പറയും ഞാൻ എന്റെ ടൈറ്റൻ പവർ ഉപയോഗിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്റെ ബോഡിയിൽ വെച്ച് ഞാൻ ആ ഒരു ടൈറ്റൻ ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ നീ അടക്കം എല്ലാവരും പൊട്ടിത്തെറിച്ചില്ലാതാവും. പിന്നെ ഞാൻ ഈ ഫൗണ്ടൻ ടൈറ്റൻ പവർ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് അപ്പോഴെങ്കിലും ഫ്രീഡം കിട്ടി എന്ന് നീ മനസ്സിലാക്കുമോ? അതേസമയം യുമീറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ യുമീർ ആണെങ്കിൽ ആ പന്നിക്കൂട്ടങ്ങളെ എല്ലാം തുറന്നു വിടുകയാണ്. ഇപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവളെ കാണിക്കും. അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ റെയ്നർ ആണെങ്കിൽ ബീസ്റ്റ് ടൈറ്റിനെ പിടിച്ചമർത്തും. പക്ഷെ അവന്റെ ബോഡിയിൽ ബീസ്റ്റ് ടൈറ്റിന് ഇല്ല, അത് വെറും ഒരു ഫ്രെയിം മാത്രമാണ്. ജീൻ ആണെങ്കിൽ ടെൻഷനാവും. എത്രയും പെട്ടെന്ന് ആ ബീസ്റ്റ് ടൈറ്റൻ ഈ ഒരു പെറിന്റെ ബോഡിയിൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ആർമിനാണെങ്കിൽ വിളിച്ചു പറയും അതെനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പൊട്ടിത്തെറിച്ചാൽ മാത്രമേ അത് കണ്ടെത്താനായിട്ട് കഴിയൂ. പക്ഷേ പൊട്ടിത്തെറിച്ചത് കൊണ്ട് മാത്രം അത് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പാനിക്കായിട്ട് നിൽക്കും. അവന്റെ ടെൻഷൻ കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും ടെൻഷൻ കൂടി വരും. കുട്ടിയിടയിൽ എല്ലാവരും ദൂരേക്ക് മാറുകയാണ്. അവരാണെങ്കിൽ ആർമിനോട് അവന്റെ ടൈറ്റൻ ഫോം ഉപയോഗിക്കാനായിട്ട് പറയും. ആർമിനാണെങ്കിൽ അല്പനേരം സൈലന്റ് ആയിട്ടിരിക്കും. മിക്കാസയാണെങ്കിൽ പെനിയുമായിട്ട് അർമിനെ നോക്കുകയാണ്. പക്ഷെ അർമിന് നന്നായിട്ട് അറിയാം അവൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ആ സമയത്ത് മിക്കാസ നിലവിളിക്കും. അർമിൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ യുമീർ അവളുടെ ടൈറ്റൻ പവർ ഉപയോഗിച്ച് അവനെ അങ്ങനെ അബ്സോർബ് ചെയ്ത് ഇറുക്കി പിടിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പ്രതീക്ഷ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോവാണ്. അവർക്ക് ചുറ്റും ഇപ്പോൾ ഒരുപാട് ടൈറ്റൻസ്. മറ്റൊരു ഭാഗത്ത് ബ്ലാക്ക് മാൻ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കും. ഫ്ലൈറ്റിലുണ്ടായിരുന്ന ബ്ലാക്ക് മാനെ ഉണ്ടായിരുന്ന ജനങ്ങൾ സേഫ് ആയിട്ട് പുറത്തിറക്കുകയാണ്. ആളുടെ ബോഡിയിൽ കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ ജീവന് യാതൊരു കുഴപ്പമില്ല. ആനിയുടെ പപ്പയാണെങ്കിൽ നിനക്ക് ആനിയെ അറിയോ, റെയ്നറിനെ അറിയോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം അവർ ഉറപ്പിക്കും, ആർമിന് ഒരു പരിക്ക് പോലും പറ്റിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവൻ ഇതിനോടകം ഒരു ടൈറ്റനായി മാറിയേനെ. ആർമിൻ ഇപ്പോൾ എറിന്റെ ബോഡിയിൽ തന്നെ സേഫ് ആയിട്ട് എവിടെയോ ഉണ്ട്, അത് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫൈറ്റിന് തയ്യാറാവും. പക്ഷെ ഇപ്പോൾ എറിന്റെ ബോഡിയിൽ ഒരുപാട് ടൈറ്റൻസ് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലീവായി ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഞാൻ നോർമൽ ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായാലും ഫൈറ്റ് ചെയ്യില്ല. ഇപ്പൊ എന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്, അതുപോലെ തന്നെ സിറ്റുവേഷനും വളരെ വേഴ്സ്റ്റ് ആണ്. എനിക്കാണെങ്കിൽ പുറകിലേക്ക് ഓടാൻ കഴിയില്ല, എന്തു വന്നാലും നിയന്ത്രിച്ചേ പറ്റുമെന്ന് പറയും. മിക്കാസയാണെങ്കിൽ കലി ഇളകി കൺട്രോൾ പോയി നിൽക്കും. ഉടനെ ചുറ്റുമുള്ളവർ അവളെ സമാധാനിപ്പിക്കും. നിമിഷം പീക്കാണെങ്കിൽ അവരോട് പറയും ഞാൻ
ഇവറ്റകൾ എന്താണെന്ന് ഏതാണെന്ന് കണ്ടുപിടിച്ചു. ഇവറ്റകൾ പാസ്റ്റ് ടൈറ്റൻസ് ആണ്, ആ 9 പവർഫുൾ ടൈറ്റൻസ്. നമ്മൾ എത്രത്തോളം ആ ടൈറ്റൻസിനെ കൊന്നു കളഞ്ഞാലും അവനവന്റെ ഫൗണ്ടൻ ടൈറ്റൻ പവർ ഉപയോഗിച്ച് അവറ്റകളെല്ലാം തിരികെ കൊണ്ടുവരും. മാത്രമല്ല എറിൻ നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടെ അവൻ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. എറിൻ എന്റെ ആരുമല്ല, അവനിപ്പോ എന്റെ ശത്രു മാത്രമാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് പീക്ക് ആണെങ്കിൽ അവളുടെ ടൈറ്റൻ പവറിൽ ഇപ്പൊ എറിന് നേരെ പാഞ്ഞടുക്കുകയാണ്. ആണെങ്കിൽ എല്ലാ ടൈറ്റൻസിനെ വെട്ടിച്ച് ഇപ്പോ എറിന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വന്ന് അവിടെ ബോംബുകൾ സെറ്റ് ചെയ്ത് അതങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയം വേറൊരു ടൈറ്റൻ നമ്മുടെ നെഞ്ചത്ത് ശൂലം അങ്ങനെ കുത്തി ഇറക്കുകയാണ്. അതുകൊണ്ട് ജോയും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെല്ലാം അവളെ പ്രൊട്ടക്ട് ചെയ്യാനും അവളെ എങ്ങനെയും രക്ഷിക്കാനും അവളുടെ അടുത്തേക്ക് പോകും. ആണെങ്കിൽ ടീംമേറ്റ്സിനോട് പറയും, എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, എങ്ങനെയെങ്കിലും ആർമിനെ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവരണം, അവനില്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റൊരു ഭാഗത്ത് ആ പുറത്തുള്ള കമാൻഡർ ആളാണെങ്കിൽ ഇപ്പൊ സോൾജേഴ്സിനോട് പറയും, ആ ഒരു ഐലാൻഡിലുള്ളവരാണ് ഇപ്പോ ആ ഒരു ടൈറ്റൻസുമായിട്ട് പോരാടുന്നത്, നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം വെപ്പൻസ് റെഡിയാക്കി നമ്മൾ അറ്റാക്ക് ചെയ്യണം. ഉടനെ മറ്റൊരു സോൾജിയർ പറയും, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻസ് ബോംബുകൾ എല്ലാം തന്നെ ആ എയർഷിപ്പിൽ നമ്മൾ അവിടേക്ക് അയച്ചു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയുധങ്ങളില്ല. പക്ഷെ കമാൻഡർ ആണെങ്കിൽ അപ്പോഴും പറയും, നിങ്ങളത് കാണുന്നില്ലേ, നമുക്ക് ഈ ഒരു അവസ്ഥയെ നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല, നമ്മളും എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറയും. ഇവിടെ ലീവായിക്കാണെങ്കിൽ വിരലുകൾ ഇല്ലാഞ്ഞിട്ട് കൂടിയും പറ്റും പോലെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്തു നിന്ന് അവരുടെ മാക്സിമം ലെവലിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആർമിൻ അവനാണെങ്കിൽ എറിന്റെ ഉള്ളിൽ അങ്ങനെ പെട്ടുകിടക്കുകയാണ്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എറിൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ, എനിക്കിനി പുറത്തേക്ക് വരാൻ കഴിയില്ല. ആർമിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഇതിന്റെ എല്ലാം പിന്നിൽ യമീറാണ്. അപ്പൊ ദൂരത്തായിട്ട് ബർട്ടോൾഡ് നിന്ന് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.